പ്രിയരെ, ജയകൃഷ്ണൻ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ അതിർത്തി രാജ്യമായ നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതിനേക്കാളുപരി, വസ്തുതകളേക്കാളുപരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് പോലും ഭീഷണിയാകുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ തിരുത്തുന്നത്, ഇതെല്ലാം ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം നമുക്ക് വസ്തുതകളെക്കുറിച്ച് സംസാരിക്കാം. സെപ്റ്റംബർ 4 നേപ്പാൾ ഗവൺമെൻറ് 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ബാൻ ചെയ്യുന്നു. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ എന്ന രീതിയിലാണ് ബാൻ ചെയ്തത്. അതൊരു ഗവൺമെൻറ് ഓർഡർ പാലിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിമുഖത കാണിച്ചതുകൊണ്ടാണ് അവർ ബാൻ ചെയ്തത്. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും, നേപ്പാളിൽ പ്രവർത്തിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി വയ്ക്കുകയും അത് ഗവൺമെൻറ് ഈ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം അറിയിക്കുകയും ചെയ്തു. എന്നാൽ അവർ നിരന്തരമായി ഇത് ഖണ്ഡിക്കുകയും രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്തു. ഒടുവിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഗവൺമെൻറ് സെപ്റ്റംബർ 4 നിരോധിക്കുന്നു. ആദ്യം 1-2 ദിനങ്ങൾ കടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ജെൻ ഇസഡ്, ദ ന്യൂ ജനറേഷൻ, പുതിയ യുവാക്കളുടെ ഒരു കൂട്ടം കാത്മണ്ഡുവിലേക്ക് കുതിച്ചു വരികയും അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ നിരോധിച്ചതിനെ വിമർശിക്കുകയും ചെയ്തു. അൺബാൻ സോഷ്യൽ മീഡിയ, അൺബാൻ സോഷ്യൽ മീഡിയ, ബാൻ കറപ്ഷൻ, യൂത്ത് അഗൻസ്റ്റ് കറപ്ഷൻ, ഇങ്ങനെയുള്ള സ്ലോഗൻസ്, മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് അവർ വീഥികൾ കീഴടക്കിയത്. ഗവൺമെൻറ് അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയി. നേപ്പാൾ പോലീസ് ബലം പ്രയോഗിച്ചു, ബുള്ളറ്റുകൾ ഉതിർത്തു, 19 പേർ മരണപ്പെട്ടു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. കൂടുതൽ യുവാക്കൾ വീഥികൾ കീഴടക്കാൻ വരികയും അവർ നേപ്പാൾ പാർലമെൻറ്റ്, പ്രസിഡൻഷ്യൽ പാലസ്, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഇതെല്ലാം തീവയ്ക്കുകയും ചെയ്തു. സുപ്രീം കോടതി, പ്രസിഡൻഷ്യൽ പാലസ് അല്ല, സുപ്രീം കോടതി, ഇവിടെല്ലാം അവർ തീവയ്ക്കുകയും ചെയ്തു. കലാപത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നേപ്പാളീസ് ഹോം മിനിസ്റ്റർ രാജിവെച്ചു. ഒടുവിൽ നേപ്പാളീസ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്കും രാജിവെക്കുകയും രാജ്യം വിടുകയും ചെയ്യേണ്ടി വന്നു. ഇത്തരം സിമിലറായ ഇതേ രൂപത്തിലുള്ള കലാപങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ 2023 ശ്രീലങ്കയിൽ, പിന്നീട് ബംഗ്ലാദേശിൽ, ഇവിടെയെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധിപന്മാർക്ക് രാജ്യം വിടേണ്ടി വരുന്നു. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നറിയില്ല. ഒരു നിമിഷം കൊണ്ട് ഒരു പുതിയ നേതാവ് വരുന്നു. സോഷ്യൽ മീഡിയ തന്നെ ക്രിയേറ്റ് ചെയ്ത നേതാക്കന്മാർ വരുന്നു. അവർക്ക് ജനങ്ങളുടെ പോപ്പുലർ വില്ലില്ല. അവർ നേതാക്കന്മാർ വരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നു. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? വരും കാലങ്ങളിൽ ഭരണകൂടങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, അതിനെയൊക്കെ സോഷ്യൽ മീഡിയ എങ്ങനെ നിയന്ത്രിക്കുന്നു, ഇതെല്ലാം അപകടകരമായ ചോദ്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും സംഭവിക്കാമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ഇതിനെക്കുറിച്ചുള്ള ചില വിശകലനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെക്കാൾ ശക്തരാണോ? ആണെന്നും അല്ലെന്നും പറയേണ്ടി വരും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവർക്ക് ഒരു അതിർത്തിക്കുള്ളിലല്ല അവരുടെ സ്വാധീനം. എന്നാൽ ബില്യൺസ് ഓഫ് ആളുകൾ, കോടാനുകോടി ആളുകൾ, അതിർത്തിക്കപ്പുറം കോടാനുകോടി ആളുകൾ അവരെ
എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ അവരുടെ ആശയങ്ങൾ രൂപപ്പെടണം, പുതിയ ട്രെൻഡുകൾ സെറ്റ് ചെയ്യുക, ഇങ്ങനെ പല രീതിയിൽ സോഷ്യൽ മീഡിയ ജനങ്ങളെ സ്വാധീനിക്കുന്നു. ഒരുപക്ഷെ ഒരു നാഷണൽ ഗവൺമെൻറ്റുകൾക്കുള്ള സ്വാധീനത്തെക്കാൾ വലിയ സ്വാധീനമാണ് സോഷ്യൽ മീഡിയകൾക്കുള്ളത് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. എന്നാൽ മറുരീതിയിൽ പറയുകയാണെങ്കിൽ അല്ല എന്നും പറയേണ്ടി വരും. കാരണം ഒരു അതിർത്തിക്കുള്ളിൽ ഗവൺമെൻറ്റുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, നയങ്ങൾ രൂപീകരിക്കുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നിയമങ്ങൾക്കും ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് മാത്രമേ സോഷ്യൽ മീഡിയയ്ക്ക് പ്രവർത്തിക്കാനാകൂ എന്നും പറയേണ്ടി വരും. അപ്പോൾ ഒരു രീതിയിൽ ശരി, അവരാണ് കൂടുതൽ ശക്തർ, സോഷ്യൽ മീഡിയകളാണ് കൂടുതൽ ശക്തർ എന്ന് പറയേണ്ടി വരും. മറുരീതിയിൽ ഗവൺമെൻറ്റുകൾക്കാണ് ജനങ്ങളോട് കൂടുതൽ സ്വാധീനമുള്ളത് എന്ന് പറയേണ്ടി വരും. ജനങ്ങളെ അഭിപ്രായം രൂപീകരിക്കുന്നതിലുമൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ സ്വാധീനമെങ്കിൽ ടാക്സേഷൻ്റെ കാര്യത്തിൽ, നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ആംഡ് ഫോഴ്സസിൻ്റെ കാര്യത്തിൽ, സോവറിൻറ്റി പരമാധികാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഗവൺമെൻറ്റുകൾക്കാണ് കൂടുതൽ സ്വാധീനം. പുതിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുടെ ഉദ്ഭവം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സോഷ്യൽ മീഡിയകൾ എന്ന് പറയുന്നത് പുതിയ സോഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സുകളാണ്, ഡിജിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സുകളാണ്. അവർ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവർ ഭൂപ്രദേശങ്ങളെ സ്വാധീനിക്കുന്നുണ്ടാവില്ല, ടെറിറ്ററികളെ സ്വാധീനിക്കുന്നുണ്ടാവുന്നില്ല. പക്ഷേ അവർ നാഷണൽ അറ്റൻഷൻ, ജനങ്ങളുടെ അറ്റൻഷൻ, ജനങ്ങളുടെ ചിന്താഗതി, ഇതിനെല്ലാം അവർ വളരെയധികം അഭിപ്രായ രൂപീകരണം, ഇതിനെല്ലാം അവർ സ്വാധീനിക്കുന്നുണ്ട്. അവർ വസ്തുതകൾ, ഇൻഫർമേഷൻ, മിസ്ഇൻഫർമേഷൻ, പുതിയ നറേറ്റീവ്സ്, കഥകൾ, ഇതെല്ലാം വഴി ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. നോക്കൂ, ഇലോൺ മസ്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ, ലോകത്തെ ഏറ്റവും ശക്തരായ ഗവൺമെൻറ്റിൻ്റെ, ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ ക്യാബിനറ്റ് റാങ്കിന് തുല്യമായ റാങ്കോടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലീഡർ ഇലോൺ മസ്ക് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഗവൺമെൻറ്റുകളുടെ മേൽ ഇവർക്കുള്ള സ്വാധീനം തന്നെയാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, പണ്ടൊക്കെ ഗവൺമെൻറ് ഗസറ്റിലൂടെയൊക്കെയാണ് ഗവൺമെൻറ് നേതാക്കന്മാരും ഒക്കെ പ്രസ്ഥാനങ്ങൾ നടന്നെങ്കിൽ ഇപ്പോൾ അവർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെയാണ് അവർ ഓരോ വിജ്ഞാപനങ്ങൾ ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത്. ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് പല നോട്ടിഫിക്കേഷൻസും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തു വിടുന്നത്. അപ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്, ഗവൺമെൻറ്റിൻ്റെ പുറത്തും അതുപോലെ ജനങ്ങളുടെ പുറത്തും. ഇനി ഞാൻ എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയനിലേക്ക് പറയുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയകൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾക്ക് പകരക്കാരനാവില്ല. പക്ഷേ അവരുടെ സ്വാധീനം എന്നത് നമുക്ക് കുറച്ച് കാണാനും ആകില്ല. അവർ ജനങ്ങളുടെ മേൽ ചുമത്തുന്ന സ്വാധീനം വളരെ 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 അധികമാണ്. ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ ഒരു പുതിയ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു തൂണുകളായിട്ട്, ഒരു പില്ലറുകളായിട്ടാണ് സോഷ്യൽ മീഡിയ വളർന്നു വരുന്നത്. ഒരു ഭരണകൂടം പലപ്പോഴും ഇമ്മീഡിയറ്റായിട്ട്, വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഇമോഷണലായിട്ടല്ല പ്രതികരിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയകൾ വഴി ഉണ്ടാകുന്ന സ്വാധീനം വഴി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ വളരെ ഇമ്മീഡിയറ്റ്, വളരെ പെട്ടെന്നാണ്. അത് പലപ്പോഴും വൈകാരികവുമാണ്, ഇമോഷണലുമാണ്. ഇവിടെയാണ് നമ്മൾ വളരെയധികം കരുതിയിരിക്കേണ്ടത്. ഒരു വസ്തുത പ്രചരിപ്പിക്കുന്നതിന് പകരം ഒരു മിസ്ഇൻഫർമേഷൻ, തെറ്റായ വസ്തുതയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്വാധീനങ്ങൾ വളരെ വലുതാണ്. നമുക്ക് പലപ്പോഴും അറിയാം, ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും കലാപങ്ങളും, കാശ്മീർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കലാപം നടക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഉടനടി ഗവൺമെൻറ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയെ ആ പ്രദേശത്ത് ബാൻ ചെയ്യുക എന്നതാണ്. കാരണം ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് പാസ്സാക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയകളുടെ മേൽ നിയന്ത്രണമാകണം എന്നത് തീർച്ചയായിട്ടും ഒരു ആവശ്യം തന്നെയാണ്. പക്ഷേ എത്രത്തോളം നിയന്ത്രണം, അതാര് നിയന്ത്രിക്കണം എന്നതാണ് പ്രശ്നം. സോഷ്യൽ മീഡിയകളുടെ മേൽ ഗവൺമെൻറ് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് സെൻസർഷിപ്പിലേക്ക് വഴിയടക്കും. കാരണം ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ മാത്രം
പബ്ലിഷ് ചെയ്യേണ്ട രീതിയിലുള്ള സെൻസർഷിപ്പിലേക്ക് കടക്കും. അത് തീർച്ചയായിട്ടും ഈ ഒരു യുഗത്തിന് യോജിച്ചതല്ല. കാരണം ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടണം, പാസ് ചെയ്യണം എന്നതൊക്കെ ആണ് പുതിയ ലോകത്തിൻ്റെ ആവശ്യം. ട്രാൻസ്പെറൻസി, എല്ലാം സുതാര്യത, ഇതെല്ലാമാണ് വേഗത, സുതാര്യത, ഇതെല്ലാമാണ് പുതിയ ലോകത്തിൻ്റെ ആവശ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് കൺട്രോൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നല്ലതല്ല. എന്നാൽ സോഷ്യൽ മീഡിയയെ കയറൂരി വിടാനാകുമോ? അത് ഫ്രോഡിലേക്ക് നയിക്കും, മിസ്ഇൻഫർമേഷനിലേക്ക് നയിക്കും, തെറ്റായ നരേറ്റീവ്സ്, കഥാഖ്യാനങ്ങളിലേക്ക് നയിക്കും. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആര് നിയന്ത്രിക്കണം എങ്കിൽ അതെങ്ങനെ നിയന്ത്രിക്കപ്പെടണം, ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിന് ലോക നേതാക്കന്മാർ, അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ തന്നെ വലിയ ആൾക്കാർ, ഇവരെല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കണം. ഒരു പോപ്പുലർ ജനങ്ങളെ എങ്ങനെ അനുകൂലമായി, ഇത്തരം പുതിയ സാധനങ്ങളെല്ലാം ജനങ്ങളെ എങ്ങനെ അനുകൂലമായി നല്ല ഗവേണൻസിലേക്ക് നയിക്കാൻ പറ്റുമെന്നതൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതൊരു പുതിയ വിപത്താണ് എന്ന് പറയേണ്ടി വരും. കാരണം 3 ഗവൺമെൻറ്റുകൾ നമുക്ക് ചുറ്റും, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, 3 ഗവൺമെൻറ്റുകൾ. ഇതുപോലെ തന്നെ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിൻ്റെ 1ാമത്തെ ടേം കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വഴിയാണ് ആൾക്കാർ അറിഞ്ഞ് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പാർലമെൻറ്റ് ആക്രമിക്കുന്നതിലേക്ക് വരെ എത്തിയത്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എത്രത്തോളം വൈകാരികമായി ആൾക്കാരെ ഇളക്കിവിടാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കാകും. അപ്പോൾ ഒരു കടിഞ്ഞാൺ തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ ആ കടിഞ്ഞാൺ ആര് ഉപയോഗിക്കും, അത് എത്രത്തോളം എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ തീർച്ചയായും വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നല്ലത് വരട്ടെ.